ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ എനിക്കേറെ സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, എന്നോടൊപ്പം എന്നും നിങ്ങൾ പിയോഫോൺ ധ്യാന കേന്ദ്രത്തിലെ കൽപ്പറ്റയിൽ കൈകെട്ടി ഈശോയുടെ സവിധത്തിൽ നമ്മൾ ഒത്തുകൂടുന്നു അല്ലേ. 3 മണി നേരത്ത് വെളുപ്പിന് കർത്താവ് അനുഗ്രഹിക്കും. ഇന്ന് നിങ്ങൾ മാത്രമല്ല, എത്രയോ രാജ്യങ്ങളിൽ ഒത്തിരി മക്കൾ ഈ ശുശ്രൂഷ കാണുന്നുണ്ട്, അതിൻ്റെ ഫലം അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ഇടങ്ങളിൽ ഈശോയുടെ ഈ നൊവേനയിൽ ഇപ്പോൾ വെളുപ്പിന് ഒത്തിരി മക്കൾ കയറിയിരിക്കുക. ഈശോ നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കും, നിങ്ങളൊരു കെട്ട് അഴിച്ചു തരും. പ്രഭാതത്തിൽ നമുക്ക് ഈശോയ്ക്കൊരു സ്തുതി ഇല്ലയാലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിത പങ്കാളി മക്കൾക്ക് ഒരു സ്തുതി കൊടുത്തേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവ് നിൻ്റെ ഒരു കെട്ട്, നിൻ്റെ കുടുംബത്തിൻ്റെ ഒരു കെട്ട് ഇന്ന് അഴിച്ചു തരും. മക്കളെ, ഇന്ന് എനിക്ക് ഈശോ തരുന്നൊരു വചനം സങ്കീർത്തനം 23:34 അല്ലേ. സങ്കീർത്തൻ 23 അധ്യായത്തിൽ കാണുന്ന എന്താണെന്ന്: കൂരിരുൾ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും യാതൊരു അനർത്ഥവും ഞാൻ ഭയപ്പെടില്ല. ഉന്നതൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ. അവനെനിക്ക് ആശ്വാസം നൽകും, അവനെനിക്ക് സാന്ത്വനം നൽകും, അവനെനിക്ക് സന്തോഷം നൽകും, അവനെനിക്ക് ജീവിതം നൽകും. സങ്കീർത്തകൻ്റെ അല്ലേ ഏറ്റവും പ്രസിദ്ധമായൊരു വചനമാണ്. ഏതൊരു കൂരിരുൾ താഴ്വരയും എനിക്ക് ഭയമില്ല, കാരണം ഉന്നതനായവൻ, കൂരിൽ താഴ്വര സൃഷ്ടിച്ചവൻ എന്നോടൊപ്പം ഉണ്ടല്ലോ എന്നാണ് സങ്കീർത്തകൻ്റെ ധൈര്യം. നമുക്ക് ആ വിഷയം ഒന്ന് ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാതം നൊവേനയിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. കൂരിരുൾ താഴ്വര അല്ലേ, പാലസ്തീനയിലെ ഒരവസ്ഥയാണ് ഈശോയുടെ മുമ്പിൽ ഉള്ളത്, നമ്മുടെ മുമ്പിലുള്ളത്. പാലസ്തീനയിൽ കൂടുതലും മനുഷ്യരെ ആശ്രയിക്കുന്നത്, ജീവിതത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ജോലി ആട് മാടുകളെ മേയ്ക്കുക എന്നുള്ളതാണ്. അവർക്ക് അതിന് പറ്റിയ പ്രദേശങ്ങളുണ്ട്, കുന്നുകളുണ്ട്, താഴ്വാരങ്ങളുണ്ട്, വീണ്ടും കുന്നുകളുണ്ട്. ഇതിലൊക്കെ പച്ചപ്പുണ്ട്. പച്ചയായ പുൽമേടുകളിലാണ് ഇടയന്മാർ ആടുകളെയുമായിട്ട് പോകുന്നത്. പലപ്പോഴും ഇടയന്മാരെന്ത് ചെയ്യും? നല്ല പച്ചപ്പുള്ള കുന്നിൻ പുറങ്ങളിലേക്ക് ആടുകളെ മേയ്ക്കും. അവിടെ അവർ തമ്പടിച്ചുകൊണ്ട് ഒരാഴ്ച കാലം ആടുകൾക്ക് അന്ന് ഓണമാണ്, സദ്യയാണ്. അവർ മൃഷ്ടാന്നമായി ഉണ്ടുറങ്ങി അവിടെ കഴിയും. കുറേ കഴിയുമ്പോൾ പിന്നെ അവിടെ മരുപ്പച്ചയായി മാറും, അവിടെ ഉണക്കായി മാറും, പുല്ലെല്ലാം ഉണങ്ങാൻ തുടങ്ങും. കാരണം ഇനി കഴിക്കാൻ ആടുകൾക്കൊന്നുമില്ല, പട്ടിണിയുടെ ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇടയന്മാർക്കറിയാം അടുത്ത കുന്നിൻ പുറത്തിൽ ഇതുപോലെ സമൃദ്ധമായ ഭക്ഷണമുണ്ട്, പക്ഷേ അത് കടക്കണമെങ്കിൽ ഒരു കൂരിരുൾ താഴ്വരയിലൂടെ നടന്നേ പറ്റൂ. കാരണം ഈ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ മുൾച്ചെടികളുണ്ട്, അവിടെ ഹിംസ ജന്തുക്കളുണ്ട്, പതിയിരിക്കുന്ന കള്ളന്മാരുണ്ട്, പല പ്രതിസന്ധികളുണ്ട്. അങ്ങനെ അവർ താഴ്വാരത്തിലേക്ക് ഇറങ്ങും. ഈ സമയത്ത് ആടുകളുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ഈ ആടുകൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇടയനോട് ചേർന്ന് നിൽക്കും. അവർക്കറിയാം ഒരല്പം അകലെയാണ് തൻ്റെ സ്ഥാനമെങ്കിൽ ഒരുപക്ഷെ ഒരു മൃഗം തന്നെ ആക്രമിക്കും, ഒരു കള്ളനോ കൊള്ളക്കാരനോ വന്ന് തന്നെ പിടിച്ചുകൊണ്ടുപോകും. ഇടയനോട് ചേർന്ന് നിന്നാൽ തനിക്ക് വേണ്ടി ഇടയൻ യുദ്ധം ചെയ്യുമെന്ന് ഈ ആടുകൾക്കറിയാം. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ചേർന്ന് നിൽക്കും, ഒട്ടി നിൽക്കും. പച്ചയായ പുൽത്തകിടികളിൽ ഒരുപക്ഷെ അവർ ഇടയനെ മറക്കും അല്ലേ. നമ്മുടെ ജീവിതം ഇത് തന്നെയല്ലേ. സമ്പൽ സമൃദ്ധിയിൽ, ആയുരാരോഗ്യത്തിൽ നമ്മളെന്ത് ചെയ്യും? ദൈവത്തെ മറക്കും. ദൈവം ഇല്ലേലും കുഴപ്പമില്ല അല്ലേ. പലരും ഇന്ന് ചാനലിലൊക്കെ ഇരുന്ന് ദൈവ നിഷേധം പറയുന്നത് ഇതുകൊണ്ടാണ്. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ആകാശത്ത് ജരാനിരകൾ ബാധിച്ചിരിക്കുന്ന ദൈവത്തെ ഞങ്ങൾക്ക് എന്തിന് എന്ന് ചോദിക്കുന്നവർ. പക്ഷേ ഒരു കൂരിരുൾ താഴ്വരയുടെ മുന്നിൽ നീ ഇടയനോട് ചേർന്ന് നിൽക്കും. ചേർന്ന് നിൽക്കാനേ പറ്റൂ. ആ കച്ചിത്തുരുമ്പിന് വേണ്ടി നീ കടിപിടി കൂടും. ഇത് മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. ഇതാണ് കൂരിരുൾ താഴ്വരയിൽ ദൈവം നമ്മളെ കൊണ്ടെത്തിക്കുന്നതിൻ്റെ അവസ്ഥ, ചേർന്ന് നിൽക്കാൻ. അപ്പോൾ ഓർക്കണം, നിനച്ചിരിക്കാത്ത സമയത്ത് ഒരു കൂരിരുൾ താഴ്വര നിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ സങ്കീർത്തനോട് പറ,
അല്ലേ? ഉന്നതൻ എൻ്റെ കൂടെ ഉണ്ട്, ഞാനിതിനെ അതിജീവിക്കും. രണ്ടാമത്തെ കാര്യം ആ പുതിയ മേച്ചിൽ സ്ഥലങ്ങളിലേക്കുള്ള പുറപ്പാടാണ്. ഒരു സ്ഥലത്ത് ഉണക്കായി കഴിയുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെ പൂർവികർ യാത്രികരായിരുന്നു, സഞ്ചാരികളായിരുന്നു, പഥികരായിരുന്നു. നമ്മുടെ ചരിത്രം സഞ്ചരിക്കുന്ന വിശ്വാസമാണ്, അല്ലേ? ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അപ്പോസ്തലന്മാർ ഈശോയിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന് കൃപ സ്വീകരിച്ചിട്ട് രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക് സഞ്ചരിച്ചു. അങ്ങനെയാണ് ഇന്ന് ലോകം മുഴുവൻ സഭ പടർന്നു നിൽക്കുന്നത്, അല്ലേ? സഞ്ചരിക്കുന്നതാണ്. അപ്പം ഇടയനും ആടുകളും അടുത്ത പുൽമേടുകളിലേക്ക്, അടുത്ത പച്ചപ്പിലേക്ക്, അടുത്ത ജീവിതത്തിലേക്ക്, അടുത്ത പ്രത്യാശയിലേക്ക്, അല്ലേ? അടുത്ത സത്യങ്ങളിലേക്ക്, സത്യങ്ങളിൽ നിന്ന് സത്യങ്ങളിലേക്കുള്ള പ്രയാണം. പൗലോസ് പറഞ്ഞ അതാണ്, ഐ ഹാവ് റൺ ദ റേസ്, ഈ പ്രയാണങ്ങൾ മുഴുവൻ ഞാൻ ധീരമായി ഓടി. അപ്പോൾ ഓർക്കണം, ഇടയനായ ദൈവത്തിന് ഇങ്ങനൊരു പദ്ധതി കൂടെ ഉണ്ട്. നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കരുത്, അല്ലേ? എസെക്കിയേൽ 47:1-14 വായിച്ചു നോക്കാം. ചുമ്മാ ഇരിക്കുന്ന ആ പ്രവാചകനിൽ ഒന്നും സംഭവിക്കുന്നില്ല. 1000 മുഴം നടന്നപ്പോൾ പിന്നെ നീന്തിയിട്ടല്ലാതെ കടപ്പാനാവാത്ത ജീവജലത്തിൻ്റെ പ്രവാഹം. അതുപോലെ ദൈവം നമ്മൾ ഓരോ ദിവസവും പ്രതീക്ഷിക്കുന്നത്, വെറുതെ ശവാസന നടത്തണ്ട, വെറുതെ കുത്തിയിരിക്കണ്ട, ഈശോയ്ക്ക് വേണ്ടി ഒരു ചുവടെടുക്കാൻ ഓരോ പ്രഭാതവും ഈ ഇടയൻ നമ്മളെ വിളിക്കുന്നുണ്ട്. 3, അല്ലെ, ഈ കൂരിരുൾ താഴ്വര എന്ന് പറയുന്നത് സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ചിട്ടുള്ളൊരു സത്യം എന്താണെന്നറിയാമോ? ആടുമാടുകൾ, കന്നുകാലികൾക്കൊക്കെ ഇരുട്ട് ഉള്ളപ്പോൾ ഫലപ്രാപ്തി കൂടുതലായിരിക്കും. അവയ്ക്ക് പാലും മുട്ടകളൊക്കെ കൂടുതലിടും. ഇത് ശാസ്ത്രമാണ്. പകൽ വെളിച്ചത്തേക്കാൾ ഇരുണ്ട ഇടങ്ങളിൽ ഈ പക്ഷി മൃഗാദികൾക്കൊക്കെ ഫലപ്രാപ്തി കൂടുതലായിരിക്കും. അപ്പോൾ കൂരിരുൾ താഴ്വര എന്ന് പറയുന്നത് ശപിച്ചു തള്ളാനുള്ള ഒന്നാണോ? അല്ല, എന്നെ കൂടുതൽ ഫലമുള്ള ആളാക്കാനായിട്ട്, അല്ലേ? കൂടുതൽ ഇടങ്ങളിലേക്ക് ഈശോയുടെ സ്നേഹം പങ്കുവെക്കാനായിട്ടുള്ള ഒരു അവസരമല്ലേ കൂരിരുൾ താഴ്വര. കൈകളൊന്ന് കൂട്ടിപ്പിടിച്ചേ. ഏതെങ്കിലും മക്കൾ ഇപ്പോൾ കൂരിരുൾ താഴ്വരയിലാണെങ്കിൽ ഹിംസ ജന്തുക്കളുണ്ട്, ശത്രുക്കൾ പതിയിരിക്കുന്നുണ്ട്, വിജനതയുണ്ട്, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, ആ അവസ്ഥയിലായിരിക്കുന്ന മക്കളെ ഈശോയുടെ മുമ്പിൽ നിന്ന് കൈകളൊന്ന് നീട്ടിപ്പിടിച്ച്, നിൻ്റെ ജീവിതത്തിൽ കർത്താവ് കൂരിരുൾ താഴ്വര തന്നിട്ടുണ്ടെങ്കിൽ ഓർക്കുക, ഇടയനോട് ചേർന്നിരിക്കാനുള്ള സമയമാണ്. നമ്മളെന്നും പുലർകാലത്ത് ഇടയനോടൊപ്പം വെളുപ്പിന് 3 മണിക്ക് തരാതിരിക്കുമോ? നിൻ്റെ ഒരു കെട്ട് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചേ. പിയോഫൻ ധ്യാന കേന്ദ്രം കൈയിട്ട് ഈശോയുടെ ഇടമാണ്, അല്ലെ, തീർത്ഥാലയമാണ്. അനേക മക്കൾ എല്ലാ വ്യാഴാഴ്ചയും വന്ന് കെട്ടഴിച്ചുകൊണ്ട് പോയാൽ അടുത്ത വ്യാഴാഴ്ച നീയും നിൻ്റെ കുടുംബവും പിയോഫൻ ധ്യാന കേന്ദ്രത്തിലെ അൾത്താരയിൽ ഒരു സാക്ഷ്യം പറയും. കൈനീട്ടിപ്പിടി, ആ കെട്ടെടുത്ത് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചേ. ഏറ്റുചൊല്ല്, ലോകരക്ഷകനായ ഈശോയെ, അങ്ങേക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി, എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ. ആമേൻ. ഈശോയ്ക്ക് ഹൃദയത്തിൽ സന്തോഷത്തോടെ നന്ദി പറയുകയും ഒപ്പം ഈശോയോട് പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും വരുന്ന വ്യാഴാഴ്ച കൽപ്പറ്റയിലെ പിയോഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് വരും. സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്ക് ഉപരിമഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞ് നിന്നെ, നിൻ്റെ കുടുംബത്തെയും മക്കളെയും കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങളെ വഴികൾ തുറന്നിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിയോഫൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ദിവസവും പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ ആരാധനയുണ്ട്. എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പരിശുദ്ധ ദിവ്യകാരുണ്യ തണലിൽ ഇരുന്നുകൊണ്ടുള്ള കൗൺസിലിംഗ് ഉണ്ട്. എല്ലാ ദിവസവും എന്നോണം ഞങ്ങൾ ഹോം മിഷൻ നടത്തുന്നു, ഇടവക ധ്യാനങ്ങൾ നടത്തുന്നു. മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച നമുക്ക് നൈറ്റ് വിജിലുണ്ട്. ഈ സത്വാർത്ഥയ്ക്ക് ഒത്തിരി മക്കളോടൊക്കെ പറയണം. ഒപ്പം അച്ഛൻ തന്ന സന്ദേശം കൂരിരുൾ താഴ്വരയിലായിരിക്കുന്ന മക്കളിലേക്ക് നിൻ്റെ വിരൽത്തുമ്പിലൂടെ ഒന്ന് ഷെയർ ചെയ്യാവും. ഒരു 10 പേർക്ക് നീ ഷെയർ ചെയ്താൽ ഒരു 10 അനുഗ്രഹം കൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കും. ചേർന്ന് നിന്നേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, നിത്യം പിതാവും പുത്രനും പരിശുദ്ധ ത്രിയേക ദൈവം നിന്നെ, നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും സകല സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ.